അപ്പം അതിൽ ഒന്ന് രണ്ട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിൽ ഒരു മെസ്സേജ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ തുറക്കട്ടെ. നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മുടെ അരങ്ങേറ്റം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഭംഗിയായിട്ട് നടന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും മെസ്സേജിനുമൊക്കെ ഒരുപാട് താങ്ക് യു. നമ്മുടെ യൂട്യൂബിൻ്റെ ഇതിന് മാത്രമല്ല, നമ്മളുടെ നൃപാലയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും വന്ന് നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം കണ്ടു, കമൻസൊക്കെ അയച്ചു. ഒത്തിരി താങ്ക് യു കേട്ടോ ഈ സപ്പോർട്ടിന്. എൻ്റെ കുഞ്ഞു മക്കളെല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിൽ ഒരു മെസ്സേജ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കിഷോറേട്ടൻ്റെ അച്ഛനെയും അമ്മയും കണ്ടില്ലല്ലോ എന്നുള്ളതാണ്. അതൊരു ചെറിയ സങ്കടത്തോടെ പറഞ്ഞോട്ടെ. അച്ഛനും ഒരു ചെറിയ പേസ് മേക്കർ സർജറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റെസ്റ്റിലാണ്. അതുകൊണ്ടാണത് അന്ന് മെൻഷൻ ചെയ്യാതിരുന്നത്. കാരണം എല്ലാവരെയും അത് ഓർത്ത് ടെൻഷൻ ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് അച്ഛൻ തന്നെയാണ് പറഞ്ഞത് അത് മെൻഷൻ ചെയ്യണ്ട, അവരുടെ വിശേഷം ഒന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, റെസ്റ്റിലാണ്. ലിസി ഹോസ്പിറ്റലിലായിരുന്നു സർജറി. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇപ്പം രണ്ടുപേരും അമ്മയും അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അരങ്ങേറ്റത്തിന് വരാതിരുന്നത്. അപ്പം അങ്ങനെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പായിരുന്നു. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്ങിന് പോയി. കാരണം അരങ്ങേറ്റം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഷൂട്ട് ഷെഡ്യൂളൊക്കെ കുറേ അവിടെ നിന്നൊക്കെ സ്കിപ്പ് ചെയ്താണ് നമ്മുടെ ഇവിടെ വന്ന് റിഹേഴ്സലും ഒക്കെ നടത്തിയത്. അപ്പോൾ അത് ഫുൾ ടൈം, അതുകൊണ്ട് 10-20 ദിവസം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് കാണാൻ വൈകി അല്ലേ. അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. സാധാരണ നമ്മൾ അങ്ങനെ വൈകാത്തതാണ്. അപ്പോൾ ഇന്ന് അരങ്ങേറ്റത്തിൻ്റെ ഒരു ചെറിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു ഗിഫ്റ്റ് വന്നിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഗിഫ്റ്റ് അയച്ചു തന്നിരിക്കുന്നത് പ്രീതി ചേച്ചിയാണ്. നമ്മുടെ പാലക്കാട് ജുവലേഴ്സിലെ പ്രീതി ചേച്ചിയാണ്. അരങ്ങേറ്റം ത്തിനനുബന്ധിച്ച് എനിക്ക് തന്നതാണ്. പക്ഷേ സോറി പ്രീതി ചേച്ചി, എനിക്ക് തുറക്കാനും പറ്റിയില്ല. അത് ഞാൻ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയതുകൊണ്ട് എടുത്തിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ഇതെന്താണെന്ന് നോക്കാൻ പോവുകയാണ്. എനിക്കും അറിയത്തില്ല എന്താണെന്ന്. അപ്പം നമ്മൾ ഈ ഒരു അൺബോക്സിങ്, ഞാനങ്ങനെ അൺബോക്സിങ്സ് ഒന്നും നമ്മളുടെ ഇതിലങ്ങനെ ചെയ്തിട്ടില്ല. പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഇതൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് നല്ല ബ്യൂട്ടിഫുള്ളി റാപ്പ് ചെയ്ത് നല്ല തിളക്കമൊക്കെ ഉള്ള ജമണ്ടൻ കവറിലൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ. അപ്പം ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതാണ് ഒരു എപ്പിസോഡ് ആക്കുന്നത്. വലിയ എപ്പിസോഡൊന്നും അല്ലെങ്കിലും ഇതൊരു കുഞ്ഞു സന്തോഷമാണ്. അനങ്ങ് നിൽക്കുന്നത് എന്താണോ എന്തോ, മിഠായി ആണോ? തുറക്കാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ ഇത് ഓപ്പൺ ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, എൻ്റെ ബർത്ത്ഡേ ഏപ്രിലാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലാണെങ്കിൽ എനിക്ക് മിഠായി കൊടുക്കാൻ പറ്റത്തില്ല, കളർ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, വെക്കേഷനായി പോകത്തില്ലേ, എനിക്കാരും ബർത്ത്ഡേ ഗിഫ്റ്റൊന്നും തരാറില്ലായിരുന്നു. പിന്നെ കുറച്ച് വലുതായിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലുള്ള ഗിഫ്റ്റുകൾ കിട്ടി തുടങ്ങിയത്. പക്ഷെ കിട്ടി തുടങ്ങിയപ്പോൾ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഗിഫ്റ്റ് മേടിക്കുന്ന ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് എത്ര പറഞ്ഞാലും അത് മേടിക്കുന്നവർക്ക് അത് സന്തോഷം. അങ്ങനെ നമ്മൾ തുറന്നിരിക്കുകയാണ്. ഒരു ജ്വല്ലറി ബോക്സ് ആണ്. തുറക്കട്ടെ. പ്രീതി ചേച്ചിക്ക് അറിയാം എൻ്റെ വീക്ക്നെസ് ആണ്. പ്രീതി ചേച്ചിൻ്റെ വീക്ക്നെസ്സിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. തുറക്കട്ടെ. ചെറുതായിട്ടൊന്ന് നോക്കി കളത്തിലും കാണിച്ചതാ. ഓക്കെ. എൻ്റെ അമ്മേ, എനിക്ക് പൈസ കിട്ടുന്നതിനേക്കാളും സാരി കിട്ടുക, അല്ലെങ്കിൽ ഇതുപോലെ ജ്വല്ലറിയൊക്കെ കിട്ടുക, മിഠായി കിട്ടുക, അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ. ഇത് നല്ല സുന്ദരമാലയാണ് കേട്ടോ. ഇത് നല്ല കുന്തൻ വർക്കിൽ ചെയ്തിരിക്കുന്നത് 1 gram ആണ് കേട്ടോ. ഇതെല്ലാം നമുക്കറിയാം, പറക്കാട്ടെല്ലാം 1 gram ഗോൾഡിൻ്റെ ഇതാണ്. താങ്ക് യു കേട്ടോ ചേച്ചി, ഒത്തിരി താങ്ക് യു. ഇത് അരങ്ങേറ്റത്തിന് ഇടേണ്ടതായിരുന്നു. എന്നതിട്ട് ഓവറായി പോയേനെ. കാരണം അന്നത്തെ ടെൻഷന് മാല പോയിട്ട് സെറ്റ് മുണ്ട് കൊടുത്ത് വന്നത് തന്നെ എന്തോ ഭാഗ്യം. നല്ല കുട്ടി കമ്മലൊക്കെ ആയിട്ട് നല്ല ക്യൂട്ട് സെറ്റായിട്ടോ. അത് കുന്തനിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? എന്താ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ചേച്ചി ഒന്ന് വിളിച്ചോട്ടെ. അത് സർപ്രൈസാണേ. ചേച്ചി എവിടെയാ, തിരക്കിലാണോ? താങ്ക് യു.
ഞാനിത് അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യുക. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. ഒരു സെക്കൻഡ് ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ചേച്ചിയെ കാണിക്കാൻ പോവാ. ഇതാ ഞാൻ പറഞ്ഞു ഇത് നേരത്തെ പൊട്ടിക്കേണ്ടതായിരുന്നു, തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ആയി പോയത് കൊണ്ടാണ്. അല്ലാതെ ഞാനത് അരങ്ങേറ്റത്തിന് അതൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കായിരുന്നു. ഒത്തിരി സന്തോഷം ചേച്ചി. ഇത് കിട്ടുന്നതിനൊരു പ്രത്യേക സന്തോഷാണ്, വേറെ എന്തിനേക്കാളും. അയ്യോടാ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ ചേച്ചി, ഓക്കെ, താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം. അയ്യോ അത് വേണ്ട. പക്ഷെ ഇങ്ങനെ വല്ലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുമ്പം, എൻ്റെ വ്ളോഗുകൾ കാണുമ്പോഴും എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ജ്വല്ലറിയും ഓർണമെൻറ്റ് സെറ്റുകളൊക്കെ കാണുമ്പോൾ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, ചേച്ചി എവിടെ നിന്നാണ് എടുക്കുന്നത്, ഇത്രയൊക്കെ വാങ്ങിക്കാറുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഓർണമെൻറ്റ്സ് കളക്ഷൻ ഉണ്ട്. നമ്മുടെ വ്ളോഗുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത് ഇപ്പോൾ ജിമിക്കി ആയിട്ടാണെങ്കിലും വളകളായിട്ടാണെങ്കിലും കുപ്പിവളയാണെങ്കിലും മാലകൾ, അതിൻ്റെ സെറ്റുകളാണെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പം ഒരുപാട് ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു കോവിഡിന് ശേഷം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണ് പറക്കാട്ട്. ഇതിന് ഒരു പെയ്ഡ് പ്രൊമോഷനും അല്ല. വളരെ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ പേഴ്സണലായിട്ട് ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരു വരാൻ പറ്റിയില്ല, ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടത്. താങ്ക് യു. അപ്പം വീണ്ടും വീണ്ടും താങ്ക് യു പറയുകയാണ്. അതിനെല്ലാം ഉപരി നിങ്ങൾ തന്ന ഓരോ കമൻസിനും, ഓരോ ലൈക്കിനും, ഓരോ എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ. അയ്യോ ചേച്ചിയുടെ ടെൻഷൻ, ഞാനൊരു ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു, ഞാൻ എന്തോ ഇതിലൊരു പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ നട്ടുവാങ്ങ ചെയ്യുന്നത്. അയ്യോ ചേച്ചിയുടെ മുഖത്താ ടെൻഷൻ, പിള്ളേർ കളിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു, ചിരി വരുന്നു, അവർ കളിക്കുന്ന പോലെ ചേച്ചി ഇങ്ങനെ തലയൊക്കെ ഇളക്കുന്നു. അപ്പം അതായത് പറഞ്ഞത്, നമ്മൾ പഠിപ്പിച്ച് ശരിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും. അവർ ദേഷ്യപ്പെടാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ഇറങ്ങി പോകാനൊക്കെ പറയാറുണ്ട്. കാരണം അത് ആ സമയത്ത് നമ്മളുടെ അത്രയും പ്രഷറിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുരുങ്ങിയ കുറച്ച് സമയം ആണ് നമുക്ക് അവർക്ക് വേണ്ടി സ്പെയർ ചെയ്യാൻ സാധിക്കുന്നത്. ഷൂട്ടിങ്ങിൻ്റെ തിരക്കും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ തിരക്കും ഒക്കെ കഴിഞ്ഞിട്ട് അവരും അവരുടെ പേരൻസും ഫാമിലിയും എല്ലാം നമ്മളോട് അത്രയും സഹകരിക്കാറുണ്ട്. ഇപ്പോൾ അരങ്ങേറ്റമൊക്കെ ആയപ്പോഴത്തേക്കും രാത്രിക്ക് 7 മണിക്ക് ശേഷമൊക്കെ ക്ലാസ് വെച്ച് 9-10 മണിക്കൊക്കെ വീട്ടിൽ പോയ കുട്ടികളും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കുട്ടികളുടെയും വേറെ ബോർഡ്സ് നമുക്ക് വളരെ അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവിടെ വരുന്ന എല്ലാവരും. പ്രായഭേദമന്യേ എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു ഏറ്റവും പ്രധാനമായ ലൈഫിൽ ഏറ്റവും പ്രധാനമായ ഒരു ചടങ്ങായിരുന്നു അത്. അപ്പോൾ അന്ന് നിങ്ങൾ തന്ന ആ ഒരു സപ്പോർട്ടുണ്ട്. ലൈവിൽ വന്നിട്ട് ഒരുപാട്, എനിക്കൊന്ന് 1500 പേരൊക്കെ ലൈവ് നമ്മുടെ അത് കണ്ടിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമല്ലേ നിങ്ങൾ നമുക്ക് തരുന്ന ആ സപ്പോർട്ട്. കാരണം നിങ്ങൾ പേഴ്സണലി നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ യൂട്യൂബ് മാത്രമാണ്. അപ്പോൾ അത്രയും നമ്മളെ സ്വീകരിക്കുന്നു, നമ്മളുടെ കാര്യങ്ങളിൽ നിങ്ങളും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എപ്പോഴെങ്കിലും നമുക്ക് കാണാം. ഒരുപാട് പേര് പറഞ്ഞു ചേച്ചിയെ നേരിട്ട് കാണണം, ചേച്ചിയുടെ ക്ലാസ്സിൽ വരണം. ഇത് ഓപ്പണാണ്. ഒരു കാര്യം ആകെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ചെയ്യാറില്ല, ഞാൻ ഓഫ്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ സാധിച്ചാൽ എല്ലാവരെയും കാണണം എന്നുണ്ട്. ഒരുപാട് പേര് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനെല്ലാം താങ്ക് യു. നിങ്ങൾ തരുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണ്. ആ സമയത്തിനെ ഞങ്ങൾ മാനിക്കുന്നു. ഇന്ന് കിഷോറേട്ടനില്ല, അച്ഛൻ്റെ കൂടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അൺബോക്സിങ്ങിൽ വരാത്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും ഈ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. ആരോഗ്യത്തോടെ ഇരിക്കുക. മഴ സമയമാണ്. പുതിയതായിട്ട് സ്കൂളിൽ ചേർന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുകയാണ്. സുഖമായിട്ടിരിക്കുക. മഴയൊക്കെയാണ്, പനിയൊന്നും പിടിപ്പിക്കരുത്. ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പം വീണ്ടും കാണാം. ബൈ ബൈ.